മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ആരോപിക്കുന്നത് പോലെ ഡൽഹി തിരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നു. അങ്ങനെ സംശയിക്കുന്നവരെ തെറ്റു പറയാൻ കഴിയാത്ത വിവരങ്ങളാണ് ഇന്നിപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. 48 സീറ്റ് നേടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയ BJPക്ക് ആകെ കിട്ടിയ വോട്ട് 43,23,110 രണ്ടാം സ്ഥാനത്തെത്തിയ ആം ആദ്മി പാർട്ടിക്ക് 41,33,898 വോട്ട്. BJP ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ നേടിയത് 1,89,212 വോട്ട് മാത്രമാണ്. ഓരോ മണ്ഡലവും എടുത്തു പരിശോധിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ തോറ്റ ന്യൂഡൽഹി സീറ്റ് ഉൾപ്പെടെ BJP ജയിച്ച മണ്ഡലങ്ങളിലാണ് 6,000 മുതൽ 10,000 വരെ വോട്ടർമാർ കൂടുതൽ എത്തിയിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും കള്ള വോട്ടോ, ആരോപണത്തിന്റെ വസ്തുതയെന്ന്. ഡൽഹിയിൽ 2024 മെയ് മാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത് 89,43,585 വോട്ടുകളാണ്. ഏതാനും മാസങ്ങൾക്കു ശേഷം ഇപ്പോൾ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത് 94,51,997 വോട്ടുകളാണ്. അതായത് കൂടുതലായി പോൾ ചെയ്യപ്പെട്ടത് 5 ലക്ഷത്തിലധികം വോട്ടുകൾ. BJP വെറും 1,89,000 വോട്ട് മാത്രം കൂടുതൽ നേടിയാണ് ഭരണം പിടിച്ചത് എന്നറിയുമ്പോഴാണ് ഈ സംശയം ഉദിക്കുന്നത്. ഇത് പക്ഷേ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ എത്തിയില്ലേ എന്ന സംശയവും സ്വാഭാവികമാണ്. ആ സംശയത്തിനുമുണ്ട് ഉത്തരം. സമാനമായ രീതിയിൽ അത്ഭുതകരമായി വോട്ടർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 2024 മെയ് മാസത്തിൽ ആകെ വോട്ടർമാർ 1,52,14,638. ഇപ്പോൾ 2025 ഫെബ്രുവരി മാസത്തിൽ ആകെ 1,56,13,940 വോട്ടർമാരും. അതായത് വ്യത്യാസം വരുന്നത് 3,99,302 വോട്ടുകളാണ്. ഡൽഹിയിൽ ഈ 10 മാസത്തിനിടയിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണത്തിലെ വ്യത്യാസം 40,000 മാത്രമാണ്. അവിടെയാണ് ഈ 3,99,302 വോട്ടർമാർ കൂടുതലായി വോട്ടർ പട്ടികയിലേക്ക് എത്തിയത്. 5 ലക്ഷത്തിലധികം പേർ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ വോട്ടും ചെയ്തിട്ടുണ്ട്. ഡൽഹി പോലൊരു സംസ്ഥാനത്ത് ഈ വോട്ടർമാരെ കൂടുതൽ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വിവിധ സെറ്റിൽമെന്റുകളിൽ വോട്ട് ചേർത്താൽ ഇത് സാധിക്കും. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം കൂടി നോക്കാം. മഹാരാഷ്ട്രയിൽ 2024 മെയ് മാസത്തിൽ വോട്ടർമാർ 9,30,61,760. 5 മാസത്തിനു ശേഷം നവംബറിൽ ആകെ വോട്ടർമാർ 9,70,25,119. അതായത് കൂടുതലായി ചേർന്നത് 39,63,359 പേരാണ്. എങ്ങനെയാണ് ഇത്രയും വോട്ടർമാർ വർദ്ധിച്ചത്? സംസ്ഥാനത്ത് ജനസംഖ്യയിൽ ഇക്കാലയളവിൽ 9 ലക്ഷം മാത്രം വർധനയുള്ളപ്പോൾ വോട്ടർമാർ 39 ലക്ഷം കൂടുതലുണ്ടായത് എങ്ങനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇത് വളരെ സ്വാഭാവികമായ വർധനയാണെന്ന് BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നുണ്ട്. ഇതിൽ ചേർത്ത് വെക്കേണ്ട ഒരു കണക്ക് കൂടിയുണ്ട്. അത് 2019 ഒക്ടോബർ മാസത്തിൽ മഹാരാഷ്ട്രയിൽ വോട്ടർമാർ 8,38,38,267 ആയിരുന്നു എന്നുള്ളതാണ്. അത് 5 വർഷത്തിനു ശേഷം 2024 ആകുമ്പോഴേക്കും 9,30,61,760 വോട്ടർമാരായിരിക്കുന്നു. അതായത് വോട്ട് വ്യത്യാസം 32,23,493. 5 വർഷം കൊണ്ട് മഹാരാഷ്ട്രയിൽ കൂടിയത് 32,23,493 വോട്ടുകളാണ്. എന്നാൽ ഇപ്പോൾ 5 മാസം കൊണ്ട് കൂടിയത് 39,63,359. മഹാരാഷ്ട്രയിൽ ഇത് സ്വാഭാവികമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ ചില അസ്വാഭാവികതകൾ കൂടിയുണ്ട്. അതിനെ നമുക്ക് 2019 വ്യത്യാസം നോക്കാം. 2019 മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നത് BJP വിരുദ്ധ സഖ്യമാണ്. കോൺഗ്രസും ശിവസേനയും NCPയും ചേർന്ന് ഭരിച്ചത്. അതാണ് പിന്നീട് NCPയെയും ശിവസേനയെയും പിളർത്തി അട്ടിമറിച്ചത്. അന്ന് 2019 ഒക്ടോബറിൽ ആകെ വോട്ട് 8,38,30,38,267. 5 മാസം മുൻപ് മെയ്യിൽ 8,86,76,946. വോട്ടർമാരുടെ എണ്ണത്തിലെ സ്വാഭാവിക വർധനവ് 11,61,321 മാത്രം.
9 കോടിക്കടുത്ത് വോട്ടർമാരുള്ള മഹാരാഷ്ട്രയിൽ 11 ലക്ഷം 6 മാസം കൊണ്ട് കൂടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 2019 നിന്നും 2025 എത്തിയപ്പോൾ 6 മാസം കൊണ്ട് 39 ലക്ഷം കൂടിയതാണ് വലിയ അസ്വാഭാവികത. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ അതേ കാലയളവിലാണ്. അവിടെ പോൾ ചെയ്ത വോട്ടർമാർ കുറയുകയാണ് ചെയ്തത്. ഉപതിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സ്വാഭാവികമായി ഉണ്ടായ താല്പര്യക്കുറവായിരിക്കാം ഒരുപക്ഷെ ഈ പോളിംഗ് കുറഞ്ഞതിന് പിന്നിൽ. എന്നാൽ മൊത്ത വോട്ടർമാരുടെ എണ്ണത്തിലും ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ മറ്റൊരിടത്തും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും സംഭവിച്ചതുപോലെ വോട്ടർമാരുടെ എണ്ണത്തിൽ അസ്വാഭാവികമായ വർധനവുണ്ടായിട്ടില്ല. വോട്ടർ പട്ടികയിൽ സംശയമുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് മുൻപാണ് എന്ന് കമ്മീഷന് പറയാം. ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ ആ പരാതി മടക്കുകയും ചെയ്യും. രണ്ടാമത്, ഇങ്ങനെ കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടേണ്ടത് ബൂത്ത് ഏജന്റുമാരാണെന്ന് പറയും. കാരണം ഈ കള്ളവോട്ടുകൾ നടന്നോ എന്ന് കണ്ടെത്തേണ്ടതും പരാതിപ്പെടേണ്ടതുമൊക്കെ ബൂത്ത് ഏജന്റുമാരാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഉന്നയിച്ചാൽ കള്ളവോട്ടുകൾ പരിശോധിക്കാൻ വഴിയില്ല എന്ന് കൈമലർത്തും. വോട്ടർമാരുടെ എണ്ണത്തിലെ വർധന അതുകൊണ്ട് തന്നെ സ്വാഭാവികം എന്ന് പറഞ്ഞൊഴിയാൻ എളുപ്പമാണ്. 60,000 മാത്രം ജനസംഖ്യ കൂടിയ ഡൽഹിയിൽ 5 ലക്ഷം വോട്ട് കൂടുതൽ പോൾ ചെയ്തത് അതിനാൽ ദുരൂഹതയാണെന്ന് പോലും BJPയോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ സമ്മതിക്കില്ല. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണി വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ചാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 41,33,898 വോട്ട്. കോൺഗ്രസിന് കിട്ടിയത് 6,01,922. രണ്ടും ചേർന്നിരുന്നെങ്കിൽ പോലും BJPയുടെ 43 ലക്ഷത്തിന് മുകളിൽ ബഹുദൂരം എത്തുമായിരുന്നു. മഹാരാഷ്ട്ര പോലെ തന്നെ ഡൽഹിയിലും ദുരൂഹമായി പോൾ ചെയ്ത 5 ലക്ഷം വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത്. ആ കുറവ് പോലും മറികടന്നു ജയിക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസുമായി സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ. 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ട് വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി BJPയോട് തോറ്റത്. ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തിൽ തെളിയിക്കാൻ എളുപ്പമല്ലെങ്കിലും ദുരൂഹമാണ് മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും അധിക വോട്ടുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.